ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തുമ്പോൾ ഡാം മാനേജ്മെൻറ്റിൽ അപാകതയുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതും മന്ത്രിമാരെ ആക്ഷേപിക്കുന്നതുമായി വ്യക്തിപരമായി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സിസ്റ്റത്തിനെയാണ് വിമർശിക്കുന്നത്. ഈ സിസ്റ്റത്തിന് അപാകതകൾ ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രിമാർ കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയാൽ കേരളത്തിൽ വീണ്ടും ഈ പ്രളയം ആവർത്തിക്കപ്പെടും. എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളത്? ആ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഫ്ലഡ് മാപ്പിംഗ് ഉണ്ടായിരുന്നില്ല. ഇത്രയും മാത്രം വെള്ളം തുറന്നു വിട്ടാൽ ഇത്രമാത്രം സ്ഥലങ്ങളിൽ ഇത്ര ഉയരത്തിൽ വെള്ളം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് 1 മീറ്റർ വെള്ളം ഉയരുമെന്നാണ്. 1 മീറ്റർ. അത് ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇടുക്കിയിലെ 1500 ക്യൂസെക്സ് വെള്ളം തുറന്നു വിടും. 1500 ക്യൂസെക്സ് എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ വീതിയിൽ 1 മീറ്റർ ഉയരത്തിൽ വെള്ളം വരുമെന്നാണ്. 300 മീറ്റർ വീതിയാണ് പെരിയാറിനുള്ളത്. 1500 മീറ്റർ വീതിയിൽ 1 മീറ്റർ ഉയരത്തിൽ വെള്ളം വന്നാൽ 300 മീറ്റർ വീതിയുള്ള പെരിയാറിന് അത് താങ്ങാൻ പറ്റുമോ? അത് അതിൻ്റെ 5 ഇരട്ടിയായി ഉയരും, കര കവിഞ്ഞ് ഒഴുകും, പ്രശ്നങ്ങളുണ്ടാകും. എന്നിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു 1 മീറ്റർ വെള്ളം ഉയരും. എന്ത് ജാഗ്രത മുന്നറിയിപ്പാണ് നൽകിയത്? സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടല്ലോ, മാൻഡേറ്ററി പ്രൊസീജിയർ ഉണ്ടല്ലോ. എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഡാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഉണ്ടായിരുന്നത്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, നിങ്ങൾ വെള്ളത്തിലിറങ്ങരുത്, നിങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോകരുത്, നിങ്ങൾ ഹൈ റേഞ്ചിൽ യാത്ര ചെയ്യരുത്. ഞങ്ങൾ ഇതൊന്നും ആരും ചെയ്തിട്ടില്ല. ആ ജാഗ്രത ഞങ്ങൾ പാലിച്ചു. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ തലയ്ക്ക് മീതെ കൂടി വെള്ളം പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും സമയത്തുണ്ടായിരുന്നു. എന്നിട്ട് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകി എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് നിയമസഭയിൽ പറയിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് അദ്ദേഹത്തിന് കൊടുത്തത് കണക്കുകൾ അബദ്ധ പഞ്ചാംഗമാണ്. വെതർ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ IMDയെ കുറ്റപ്പെടുത്തുകയാണ്. IMD 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഹെവി റെയിൻ ടു വെരി ഹെവി റെയിൻ, അതിതീവ്രമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ജൂണിൽ മഴ, ജൂലൈയിൽ മഴ, ഓഗസ്റ്റ് ആദ്യവാരം മുതൽ മഴ, തുടർച്ചയായ മഴ, ഡാമുകൾ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്നു. എന്തിനാ 3 ആഴ്ച ഈ ഗവൺമെൻറ് ചർച്ച ചെയ്ത് ഡാം തുറക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുറക്കണ്ട എന്ന് തീരുമാനിക്കുകയും അവസാനം എല്ലാം കൂടി ഒരുമിച്ച് തുറക്കുകയും ചെയ്ത് എന്താ?